ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഉള്ളിവടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തയ്യാറാക്കുന്നതിനായി ഞാൻ ഇവിടെ ഒരു 6 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഞെവടിയെടുക്കണം. നന്നായിട്ട് തന്നെ ഞെവടിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉള്ളിയുടെ നീരെല്ലാം നല്ലതുപോലെ ഇറങ്ങി കിട്ടുകയുള്ളൂ. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 10-15 മിനിറ്റോ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിവടയ്ക്ക് ആവശ്യമായ മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ മൈദയും ഒരേ അളവിൽ കടലമാവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 6 ടേബിൾ സ്പൂൺ കടലമാവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉള്ളിവടയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ സഹായിക്കും. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനായിട്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഉള്ളിയിൽ നിന്നുള്ള നീര് കൊണ്ട് തന്നെ ഇതെല്ലാം യോജിച്ച് കിട്ടും. എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിവട ഓരോന്നായി നമുക്ക് തയ്യാറാക്കാം. പാൻ അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് കുറേശ്ശെ എടുത്ത് ഇങ്ങനെ ബോൾസ് പോലാക്കി ഇങ്ങനെ കൈവെള്ളയിൽ വെച്ച് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളവയെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരു വശം നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഉള്ളിവട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്ത ഒരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.